കേരള മുസ്ലിം ജമാഅത്തിന്റെ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ സോണുകളിലും ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള ആദർശ സമ്മേളനം എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ടാകാം. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. ഒരു മുസ്ലിം ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് അവന്റെ വിശ്വാസകാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് എന്നെല്ലാം കൃത്യമായി തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാടുകളിലും പരിസരങ്ങളിലും വിശ്വാസങ്ങളെ വികൃതവൽക്കരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ ജീവിച്ചു പോരുന്ന മുസ്ലിം സമൂഹത്തിനെ പുതിയ ആശയത്തിലേക്കും പുതിയ ആദർശങ്ങളിലേക്കും ക്ഷണിച്ചുകൊണ്ട് ബിദ്അത്തുകാർ നമ്മുടെ നാടുകളിൽ സജീവമായി തന്നെയുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്റെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. അവരുടെ അടയാളങ്ങളും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖിയാമത്ത് നാടിനെ വിവരിക്കുന്ന, ഖിയാമത്ത് നാടിന്റെ അടയാളങ്ങളെ വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ സമൂഹത്തിന്റെ, എന്റെ സമുദായത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ കടന്നു വരും. അവരുടെ പ്രത്യേകത എന്താ? ലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ. ഈ സമൂഹത്തിന്റെ ചില ആളുകൾ അവസാന കാലഘട്ടത്തിൽ കടന്നു വന്നുകൊണ്ട് ഈ സമുദായത്തിന്റെ മുൻഗാമികളെ അവർ ആക്ഷേപിക്കും, മുൻഗാമികളെ ചീത്ത പറയും. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, എല്ലാ ബിദ്അത്തുകാരുടെയും ഒരു അടയാളമായിരിക്കും മുൻഗാമികളെ ചീത്ത പറയുക, അവരെ ആക്ഷേപിക്കുക എന്നുള്ളത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം തീബിയെ പോലെ, ഇമാം മുല്ല അലിയുൽ ഖാരി റഹിമഹുള്ളയെ പോലെ വലിയ മുഹദ്ദിസുകൾ പറയുന്നുണ്ട്, മുൻഗാമികളെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ മുൻഗാമികളെ, അവരെ പറ്റി അനാവശ്യം പറയലും, അവർ കാണിച്ചു തന്ന പാത മാറ്റിവെച്ചുകൊണ്ട്, അവർ കാണിച്ചു തന്ന രീതിയെ മാറ്റിവെച്ചുകൊണ്ട്, അവർ കാണിച്ചു തന്ന കർമ്മങ്ങളെ മാറ്റിവെച്ച് പുതിയ കർമ്മങ്ങൾ രൂപീകരിക്കലും പുതിയ ആദർശങ്ങൾ സ്വീകരിക്കലും മുൻഗാമികളെ ആക്ഷേപിക്കുന്നതിന് സമാനമാണ്. ഈ ഹദീസിന്റെ പരിധിയിൽ അവയെല്ലാം പെടുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ നാടുകളിലെ മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ, തബ്ലീഗ് ജമാഅത്താകട്ടെ, സർവ്വ ബിദ്അത്തിന്റെ കക്ഷികളും മുൻഗാമികളായ സ്വഹാബത്തിനെ തള്ളിപ്പറയുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ മാതൃക പിൻപറ്റുന്ന വിഷയത്തിൽ അവരെല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞാൽ, സ്വഹാബത്തിനെ മാറ്റിവെച്ചുകൊണ്ട്, സ്വഹാബത്തിന്റെ ആദർശത്തിനെ, സ്വഹാബത്തിന്റെ വിശ്വാസങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വിശ്വാസങ്ങൾ രൂപീകരിച്ചവരാണ്. ഞാനിത് വെറുതെ പറയുകയല്ല. ഈ വായക്കാട്ടുകാരനായ MT അബ്ദുറഹ്മാൻ മൗലവി തന്നെ, അദ്ദേഹം 10 വർഷങ്ങൾക്ക് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജുമുഅ ഖുതുബ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തും ദീനിൽ തെളിവല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാടിന്റെ അടയാളമായി പറഞ്ഞത്, ലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ. ഈ സമൂഹത്തിന്റെ ചില ആളുകൾ, അവസാനം വരുന്ന ചില ആളുകൾ ഈ സമൂഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിലുള്ള ആളുകളെ ആക്ഷേപിക്കും, ചീത്ത പറയുമെന്ന് പറഞ്ഞത് നഗ്നമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരനായ ഒരു മൗലവി പച്ചയായി സ്വഹാബത്തിനെ ചിത്രീകരിച്ചത് ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ തുടങ്ങി സ്വഹാബത്തിനെ വികൃതമാക്കി, സ്വഹാബത്തിനെ ഒരുപാട് അനാവശ്യം പറഞ്ഞവരാണ് ബിദ്അത്തുകാർ. അൽമനാർ മാസികയിൽ കാണാൻ സാധിക്കും, 1959 അൽമനാർ മാസികയിൽ സ്വഹാബി പ്രമുഖരായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയ, തമീമുദ്ദായി റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരായ ചില സ്വഹാബികളെ എണ്ണിക്കൊണ്ട് അൽമനാർ മാസിക എഴുതുന്നുണ്ട്, ഈ സ്വഹാബികളെല്ലാവരും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഇസ്രായേലി കള്ളക്കഥകൾ എഴുതി ചേർത്തവരാണ് എന്ന് പരസ്യമായി പച്ച
മലയാളത്തിൽ മുജാഹിദ് പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ബഹ്റു ഹാദിഹിൽ ഉമ്മ എന്ന സ്ഥാനപ്പേര് നേടിയ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് ഇവർ എഴുതി വെക്കുന്നത്. ഇസ്ലാമിലേക്ക് ഇസ്രായേലി പുരാണ കഥകള് കടത്തിക്കൂട്ടിയവരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് ഇവർ അൽ-മനാർ മാസികയിൽ എഴുതി വെച്ചിട്ടുണ്ട്. തീർന്നിട്ടില്ല. ഇങ്ങനെയുള്ള പുരാണ കഥകള് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിഷയിൽ ഒരു തവണയും സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിഷയിൽ 2 തവണയും വേദിയൊരുക്കിയിട്ടുണ്ട് എന്ന് അൽ-മനാർ മാസികയിൽ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, സ്വഹാബത്തിനെ ചീത്ത പറയുന്നവരും സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നവരുമാണ് ഇവിടുത്തെ വിദ്യാർത്ഥിക്കാർ എന്ന് ഞാൻ വെറുതെ പറയുകയില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പുസ്തകങ്ങളിൽ അവർ പച്ചയായി എഴുതി വെക്കുന്നുണ്ട് സ്വഹാബത്തിനെ പിൻപറ്റാൻ പറ്റാത്തവരാണ് എന്ന് പ്രസംഗിക്കുകയും എഴുതി വെച്ചിട്ടും തന്നെ ഉണ്ട്. നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനവും ഗൾഫ് സലഫിസം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, കേരളത്തിലെ മുജാഹിദുകൾ ഗൾഫ് സലഫികളോട് ഒരുപാട് വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. വിശിഷ്യ ഖുതുബയുടെ ഭാഷയുടെ വിഷയത്തിലും തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തിന്റെ വിഷയത്തിലും കേരള മുജാഹിദുകൾ ഗൾഫ് സലഫികളോട് ഒരുപാട് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തേ അതിന് കാരണം? ഇവർ തന്നെ എഴുതി വെക്കുന്നുണ്ട്, കേരള മുജാഹിദുകൾ സ്വഹാബത്തിനെ വിശിഷ്യ ഖുലഫാഉർ റാഷിദീനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് പല വിഷയത്തിലും ഗൾഫ് സലഫികളോട് കേരള മുജാഹിദുകൾക്ക് വിയോജിക്കേണ്ടി വന്നത് എന്ന് ഇവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ രൂപത്തിലാണ് സ്വഹാബത്തിനെ കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാടുകൾ. ആരാണ് സ്വഹാബത്ത്? നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ആമിനു കമാ ആമനന്നാസ്, ആമിനു നിങ്ങൾ വിശ്വസിക്കണം, കമാ ആമനന്നാസ്, അന്നാസ് എന്ന് പറഞ്ഞാൽ സ്വഹാബത്താണ്. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ സ്വഹാബത്തിനെ പറ്റിയാണ് ഇങ്ങനെയുള്ള വികൃത വിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള വിചിത്രമായ വാദങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ രൂപത്തിലാണ് സ്വഹാബത്തിനെ കുറിച്ച് ഇവിടെ കാഴ്ചപ്പാടുകൾ. ഇതേ രൂപത്തിൽ തന്നെയാണ് പിൻകാലക്കാരായ താബീങ്ങളെ പറ്റിയും തബഉ താബീങ്ങളെ പറ്റിയും മദ്ഹബിന്റെ അയിമത്തിനെ പറ്റിയും ശേഷമുള്ള ഇമാം നവവി അടക്കമുള്ള ഇമാം റാഫി അടക്കമുള്ള മഹോന്നതന്മാരായ പണ്ഡിതന്മാരെ പറ്റിയും ഇവിടെ കാഴ്ചപ്പാട് ഇങ്ങനെ തന്നെയാണ്. ഇവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അത് മുൻഗാമികൾ അംഗീകരിക്കലും പൂർവ്വസൂരികളായ സ്വഹാബത്ത് ഉൾപ്പെടെയുള്ള താബിഈങ്ങളെയും അവർക്ക് ശേഷമുള്ളവരെയും അംഗീകരിക്കലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ അവിടുത്തെ ഗുരുനാഥന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമുണ്ട്, സബത്ത് എന്നാണ് അതിന്റെ പേര്. മഹാൻ പറയുന്നുണ്ട്, അഹ്ലുസുന്നയുടെ വലിയ ഒരു പ്രത്യേകതയായി ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഏതൊരു വ്യക്തിക്കും അവർക്ക് കൃത്യമായ ഒരു സനദ്, കൃത്യമായ ഒരു പരമ്പര ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഒരു പരമ്പര പറയാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും ഒരു പരമ്പരയും പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? അവരുടെ ഉസ്താദോ ഉസ്താദിന്റെ ഉസ്താദോ അതിന്റെ ഉസ്താദോ അവരുടെ വിശ്വാസപ്രകാരം ഇസ്തിഹാസ ചെയ്തതിന്റെ പേരിൽ കാഫിറായിരിക്കും, മുശ്രിക്കായിരിക്കും. ആയതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ വലിയൊരു പ്രത്യേകതയായി ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പരമ്പര അത് അഹ്ലുസുന്നക്ക് മാത്രമേ അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. കൃത്യമല്ലേ ഈ പറഞ്ഞത്? നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബിദ്അത്തുകാരും എല്ലാവരും പറയുന്നു ഞങ്ങളാണ് അഹ്ലുസുന്ന, ഞങ്ങളാണ് അഹ്ലുസുന്ന എന്ന് എല്ലാവരും പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുർ റഊഫ് അൽ മുനാവി റഹിമഹുല്ലാ അവിടുന്ന് പറയുന്നുണ്ട്, അഹ്ലുസുന്ന അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് അഹ്ലുസുന്ന, ഞങ്ങളാണ് അഹ്ലുസുന്ന എന്നിങ്ങനെ വാദിക്കൽ കൊണ്ടല്ല, മറിച്ച് പൂർവ്വസൂരികളായ സ്വഹാബത്ത് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം ഖത്താബി, ഇമാം ബഗവി, ഇമാം റാഫിഈ, ഇമാം നവവി തുടങ്ങിയ മഹോന്നതന്മാരായ പണ്ഡിതന്മാരെ എണ്ണിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ലാഹ് പറയാണ്, ഈ മഹോന്നതന്മാരായ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നവരും അവരുടെ പാരമ്പര്യത്തിൽ ജീവിക്കുന്നവരുമാണ് അഹ്ലുസുന്ന. അതല്ലാതെ ഞങ്ങളാണ് അഹ്ലുസുന്ന, ഞങ്ങളാണ് അഹ്ലുസുന്ന എന്ന് വാദിക്കൽ കൊണ്ട് ഒരാളും അഹ്ലുസുന്നയാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ലാഹ് ഫൈദുൽ ഖദീറിൽ രേഖപ്പെടുത്തിയായി കാണാം. ഇന്ന് നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞത് പ്രകാരം ഇമാം മുനാവി റഹിമഹുല്ലാഹയെ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനക്കാർ
പണ്ഡിതന്മാർക്ക് തള്ളാൻ സാധിക്കില്ല. കാരണം ഇവരുടെ സ്ഥാപകനായ ഇബ്നു അബ്ദുൽ വഹാബ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഹദീസിൽ വല്ല സംശയമുണ്ടാകുമ്പോൾ ഇമാം മുനാവിയുടെ ഗ്രന്ഥങ്ങളാണ് അവലംബിക്കാറ് എന്ന്. ആ ഇമാം മുനാവി റഹിമഹുല്ലാഹ് പറയുന്നു, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് എന്ന് വാദിക്കൽ കൊണ്ടല്ല, പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെ അംഗീകരിക്കലും അവരുടെ പാത പിൻപറ്റലുമാണ് അഹ്ലുസുന്ന എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ലാഹ് പറയുന്നു. അൽഹംദുലില്ലാ, നമുക്കാർക്കും ഒരിക്കൽ പോലും ഇമാം ബുഖാരിയെ തള്ളേണ്ടി വന്നിട്ടില്ല, ഇമാം മുസ്ലിമിനെ തള്ളേണ്ടി വന്നിട്ടില്ല, സ്വഹാബത്തിനെ മാറ്റിവെക്കേണ്ട ഗതി നമുക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ട്? നമ്മൾ അഹ്ലുസുന്നയിൽ ഇമാം മുനാവി റഹിമഹുല്ലാഹ് പറഞ്ഞത് പ്രകാരം ഒരാളെയും തള്ളാതെ അവർ കാണിച്ചു തന്ന പാരമ്പര്യത്തിൽ, അവർ കാണിച്ചു തന്ന വഴിയിൽ നാം കൃത്യമായി ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരാളെയും തള്ളേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇന്ന് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനക്കാരാകട്ടെ എല്ലാവരാകട്ടെ അഹ്ലുസുന്ന എന്ന് പറയുന്ന അല്ലെങ്കിൽ സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ പ്രചരിപ്പിക്കുന്നത്, അവർ പ്രസംഗിക്കുന്നത്, അവർ എഴുതുന്നത് നാം എല്ലാവരും മുശ്രിക്കാണ്, നാം കാഫിറുകളാണ് എന്നാണ് അവർ പ്രസംഗിക്കുന്നതും വിശ്വസിക്കുന്നതും എഴുതുന്നതും. എന്തുകൊണ്ടാണ് അവർ നമ്മെ പറ്റി കാഫിറാണ് അല്ലെങ്കിൽ നാം മുശ്രിക്കാണ് എന്ന് അവർ പറയാനുള്ള കാരണം എന്താ? നാം ഇസ്തിഗാസ ചെയ്യുന്നവരാണ്. മഹത്തുക്കളായ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സ്വാലിഹീങ്ങളോടും ശുഹദാക്കളോടും നാം സഹായം തേടാറുണ്ട്. അതുകൊണ്ട് നാം കാഫിറുകളാണ്, നാം മുശ്രിക്കുകളാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നതും എഴുതുന്നതും പ്രചരിപ്പിക്കുന്നതും. നിങ്ങൾ നോക്കൂ, എന്താണ് ഇസ്തിഗാസ? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മഹത്തുക്കളായ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും സുഹദാക്കളും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയന്ത്രണത്തിലായി അല്ലാഹുവിന്റെ ഇതിനോടുകൂടി അല്ലാഹുവിന്റെ ഖദർ ഖലാ പ്രകാരം ഈ മഹത്തുക്കളെല്ലാം നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുകയും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുമെന്ന വിശ്വാസത്തോടുകൂടി അവരോട് സഹായം ചോദിക്കുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുക. ഇതൊരിക്കലും ശിർക്കാവുകയില്ല, ഇതൊരിക്കലും കുഫ്റാവുകയില്ല. എന്തുകൊണ്ട്? പൂർണ്ണമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലായി അള്ളാഹുവിന്റെ ഇതിനായി മാത്രമേ ഇവർ സഹായിക്കുകയുള്ളൂ എന്ന് 100% വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതല്ലാതെ അള്ളാഹുവിന് പുറമെയുള്ള ഒരു സഹായം ഒരിക്കലും മഹാന്മാരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നില്ല, നാം തേടുന്നില്ല. അല്ലെങ്കിൽ മഹത്തുക്കളായ അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ ഒരിക്കലും നാം ദിവ്യത്വം കൽപ്പിക്കുകയും തന്നെ ഇല്ല. ആയതുകൊണ്ട് തന്നെ ഒരു നിരയിലും ശിർക്കാവാത്ത, ഒരു നിരയിലും കുഫറാകാത്ത ഈ ഇസ്തിഗാസയുടെ പേരിലാണ് നമ്മെ പറ്റി ഇവർ മുശ്രിക്കെന്നും നമ്മെ പറ്റി ഇവർ കാഫിറെന്നും പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതനാണ്. ശാഫിഈ മദ്ഹബിൽ ശൈഖാനി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം നവവിയും ഇമാം റാഫിഈയുമാണ്. ശുയൂഖ്, മശായിഖ് എന്നിങ്ങനെ ബഹുവചനമായി പറഞ്ഞാൽ മൂന്നാമതായി കടന്നു വരിക ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹയാണ്. ആ തഖിയുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട്, ഇഅലം, നീ ശരിക്കും മനസ്സിലാക്കണം, യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാദതു വത്തശഫഉ ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള തവസ്സുലും ഇസ്തിഗാസയും ഇസ്തിശ്ഫാവും ജായിസാണ് എന്ന് മാത്രമല്ല വയഹ്സുനു, അത് നല്ല പുണ്യകർമ്മമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ശേഷം മഹാൻ പറയുന്നുണ്ട്, വജവാസു സാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീനിൻ, ദീനുള്ള എല്ലാവർക്കും അത് ജായിസാണ് എന്നതും അനുവദനീയമാണ് എന്നതും അറിയപ്പെടുന്ന കാര്യമാണ്. അൽ മഅറൂഫത്തി മിൻ ഫഇലിൽ അംബിയാഇ വൽ മുർസലീന വസിയരി സലഫി സ്വാലിഹീൻ, സലഫു സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിലും അംബിയാക്കളുടെയും മുർസലീങ്ങളുടെയും ചരിത്രത്തിലും പ്രവർത്തനത്തിലും അറിയപ്പെട്ട ഒരു കാര്യമാണ് ഇസ്തിഗാസ. വൽ ഉലമായി വൽ അവ്വാമിൽ മുസ്ലിമീൻ, സർവ്വ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണത്. വലം യുങ്കിർ അഹദുൻ സാലിക, ഒരാൾ പോലും ഇസ്തിഗാസ എന്ന് പറയുന്ന ഈ കർമ്മത്തിനെ എതിർത്തിട്ടില്ല. ഹത്താ ജാ ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തി 7ാം നൂറ്റാണ്ടിൽ കടന്നു വരുന്നവരെ ഒരാൾ പോലും എതിർക്കാതെ ദീനിൽ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും സലഫു സ്വാലിഹീന്റെയും ചരിത്രത്തിലും പ്രവർത്തനത്തിലും സ്ഥിരപ്പെട്ടതും അറിയപ്പെട്ടതുമായ ഒരു കർമ്മമാണ് ഇസ്തിഗാസ എന്ന് ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് പറയുന്നു. ഈ ഇസ്തിഗാസ നമ്മൾ ചെയ്യുന്നു, അതിന്റെ പേരിൽ നമ്മളെ ഇവർ
കാഫിറാക്കുന്നു, നമ്മളെ മുശ്രിക്കാക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇവരുടെ സൽസബിയിൽ 1971 ഇവർ പറയുകയാണ്, ഒരു പ്രാവശ്യം വിളിച്ച് ശൈഖ് മുഹയ്യിദ്ദീൻ ജീലാനിയെ ഒരു പ്രാവശ്യം വിളിച്ച് സഹായം തേടിയാൽ അവൻ 4 വട്ടം കാഫിറാകുമെന്ന് ഇവർ പച്ച മലയാളത്തിൽ എഴുതി വെക്കുന്നു. അതേപോലെ തന്നെ ഇസ്തിഗാസയ്ക്ക് വേണ്ടി ആരെങ്കിലും തെളിവ് പറഞ്ഞാൽ അവൻ 1000 വട്ടം കാഫിറാകുമെന്ന് ഇവർ എഴുതി വെക്കുന്നു. ഇങ്ങനെ മുസ്ലിം സമൂഹത്തിനെ മുഴുവനും കാഫിറാക്കിയും മുശ്രിക്കാക്കിയുമാണ് ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനക്കാർ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെയും സലഫു സ്വാലിഹീങ്ങളും മുൻഗാമികളായ മുഴുവൻ പണ്ഡിതന്മാരും അംഗീകരിച്ച ഒരു കർമ്മത്തിനെ 7ാം നൂറ്റാണ്ടിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് അത് ശിർക്കാണെന്ന് പറയുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മെ എല്ലാവരെയും, നമ്മെ മാത്രമല്ല ലോകത്തുള്ള മുഖ്യധാര മുസ്ലിമീങ്ങൾ മുഴുവനും ഇസ്തിഗാസ അംഗീകരിക്കുന്നവരും ഇസ്തിഗാസ ചെയ്യുന്നവരും ഇസ്തിഗാസയെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ്. അവരെല്ലാവരെയും കാഫിറാക്കുന്നു, അവരെല്ലാവരെയും മുശ്രിക്കാക്കുന്നു. ഈ വിഭാഗത്തിനെ പറ്റി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ഈ സമൂഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ വരും. അവരുടെ പ്രത്യേകത എന്താ? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവരുടെ പ്രത്യേകത എന്താ? മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്തുകൾ മുസ്ലിം സമൂഹത്തിന് നേരെ അവർ ഓതിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിനെ കാഫിറാക്കും. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇസ്തിഗാസ എന്ന് പറയുന്ന ഈ കർമ്മം സ്വഹാബത്തടക്കം എല്ലാവരും ചെയ്തവരാണ്. ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നാട്ടിൽ ശക്തമായ വരൾച്ച അനുഭവപ്പെടുകയാണ്. വളരെ ശക്തമായ വരൾച്ച, വലിയ പ്രയാസത്തിലാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബീ ശൈബ ഉദ്ധരിക്കുന്നത് കാണാം, അസാബന്നാസ കഹ്തുൻ ഫീ ദമനി ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ വലിയ വിഷമം, വലിയ പ്രയാസം അനുഭവപ്പെട്ടു. ഫജാഅ റജുലുൻ ഇലാ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക് വരികയാണ്. എന്നിട്ട് ഫഖാല, ആ വ്യക്തി പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. അങ്ങ് ഈ ഉമ്മത്തിന് വേണ്ടി അല്ലാഹുവിനോട് മഴയെ ആവശ്യപ്പെടണം. വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ ഉമ്മത്ത് പ്രയാസത്തിലാണ്, ഈ ഉമ്മത്ത് വിഷമത്തിലാണ്. അങ്ങ് ഒന്ന് അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിന് മഴയെ ആവശ്യപ്പെടണമെന്ന് പറയുകയാണ്. പിന്നീട് ഈ വ്യക്തിയുടെ സ്വപ്നത്തിലേക്ക് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ സമീപത്തേക്ക് പോയി ഈ വിഷയങ്ങൾ പറയുകയും മഴ ലഭിക്കുമെന്ന കാര്യം പറയുകയും വേണമെന്ന് പറയുകയാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം ഈ ഖബറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൽ വന്നുകൊണ്ട് ഇസ്തിഗാസ ചെയ്ത ഈ വ്യക്തി ആരായിരിക്കും? ഒന്നിരിക്കൽ സ്വഹാബി ആയിരിക്കണം, അല്ലെങ്കിൽ താബിഈ ആയിരിക്കണം. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ വന്ന വ്യക്തി അത് സ്വഹാബിയാണ് എന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ആ വ്യക്തി അത് ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനിയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാം സർക്കാനി അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ, ഇമാം ഖസ്തലാനി അടക്കമുള്ള ഒരുപാട് മഹോന്നതന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൽ വന്നുകൊണ്ട് മഴയെ തേടിയ ആ വ്യക്തി സ്വഹാബി വര്യനായ ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനിയാണ് എന്ന് നിരവധി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ വ്യക്തി ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനി എന്ന് പറയുന്ന ആ സ്വഹാബി ചെയ്ത പണി ശിർക്കായിരുന്നുവെങ്കിൽ, അത് പാടില്ലാത്തൊരു പണിയായിരുന്നുവെങ്കിൽ, അത് കുഫറായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തടയുമായിരുന്നില്ലേ? എന്നിട്ട് ഷഹാദ ചൊല്ലിക്കൊണ്ട് വീണ്ടും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി ആവശ്യപ്പെടുകയില്ലേ? ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ ഹിസ്നി റഹിമഹുല്ലാഹ് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ സംഭവം എങ്ങാനും ശിർക്കായിരുന്നുവെങ്കിൽ ലമനഅഹു ഉമർ റളിയല്ലാഹു അൻഹു തടയുമായിരുന്നു. ഫഹാദാ റജുലുൻ മുബാറകുൻ ഖദ് അതാ ഖബ്റഹു വതലബ അൽ ഇസ്തിസ്ഖാ മിൻഹു
വലൗ കാന ദാലിക ജഹിലൻ വളലാലൻ വസിർകൻ ലമനഅഹു ഉമറു. ഈ ഖബറിലേക്ക് വരികയും ഖബറിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് ഇസ്തിഗാസ ചെയ്തതും അത് സിർക്കായിരുന്നുവെങ്കിൽ, അത് ജഹിലായിരുന്നുവെങ്കിൽ ലമനഅഹു ഉമറു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തടയുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് സിർക്കല്ല എന്ന് പണ്ഡിതന്മാർ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം നമ്മൾ ഉദ്ധരിക്കുമ്പോ പലപ്പോഴും അവർ പറയാറുണ്ട് ഈ സംഭവം സ്വഹീഹല്ല, ഈ സംഭവം ശരിയല്ല എന്ന് പറയാറുണ്ട്. ഒരുപാട് ഡസൻ കണക്കിന് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഉൾപ്പെടെയുള്ള നിരവധി പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ സംഭവം സ്വഹീഹാണ്, ബി ഇസ്നാദിൻ സ്വഹീഹിൻ എന്നും അതേപോലെ ബി സനദിൻ സ്വഹീഹിൻ എന്നും അതേപോലെ ഇസ്നാദുഹു ജയ്യിദുൻ തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ പൂർവസൂരികളായ ഹാഫിളീങ്ങളായ മുഹദ്ദിസുകളായ മുഅർരിഖുകളായ പണ്ഡിതന്മാർ മുഴുവനും രേഖപ്പെടുത്തുന്നുണ്ട് ഈ സംഭവത്തിന്റെ സനദ് സ്വഹീഹാണ്, ഈ സംഭവം സ്ഥിരപ്പെട്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ സ്വഹാബത്ത് അടക്കമുള്ള മുഴുവൻ പണ്ഡിതന്മാരും സ്വഹാബത്ത് അടക്കമുള്ള മുഴുവൻ സലഫു സ്വാലിഹീങ്ങളും ഇസ്തിഗാസ ചെയ്തവരും ഇസ്തിഗാസ അംഗീകരിച്ചവരും ഇസ്തിഗാസയെ പ്രോത്സാഹിപ്പിച്ചവരുമാണ് എന്ന് ചുരുക്കം. ഈ ഒരു ഇസ്തിഗാസ ചെയ്തതിന്റെ പേരിലാണ് നമ്മെ പറ്റി കാഫിർ എന്നിവർ പറയുന്നത്. ഈ ഇസ്തിഗാസക്ക് വേണ്ടി തെളിവോതിയാൽ 1000 വട്ടം കാഫിറാകുമെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ ശരിക്കും മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള മുസ്ലിം സമൂഹത്തിനെ, മുഖ്യധാര മുസ്ലിം സമൂഹത്തിനെ മുഴുവനും ഇവർ കാഫിറാണ്, മുശ്രിക്കാണ് എന്നാണ് ഇവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ബിദ്അത്തുകാരെ നാം സൂക്ഷിക്കണം, നാം അകന്നു നിൽക്കണം. പണ്ഡിതന്മാരായ നമ്മുടെ ഉസ്താദുമാർ അവർ വിശദീകരിക്കുന്ന ആദർശങ്ങൾ, അവർ വിശദീകരിക്കുന്ന, അവർ നമുക്ക് പറഞ്ഞിരുന്ന വിശ്വാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അഹ്ലു സുന്നത്തി വൽ ജമാഅയിൽ ഉറച്ച് നാം ജീവിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.